ശിവജി നഗറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രം റസൽ മാർക്കറ്റാണ്. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളതിൽ ഏറെയും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പഴവർഗ്ഗങ്ങൾ ഇവിടെ നിന്നും വാങ്ങാൻ പറ്റും. അതുകൊണ്ട് തന്നെ വില അല്പം കൂടുതലാണ്. എങ്കിലും ഗുണമേന്മയുടെ കാര്യത്തിൽ റസൽ മാർക്കറ്റിലെ ഇനങ്ങളിൽ ഒത്തുതീർപ്പില്ലെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. തികച്ചും സാധാരണമായ പച്ചക്കറികൾ മുതൽ വിദേശത്തുനിന്ന് വരുന്നവർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. വൃത്തിയും വെടിപ്പുമുള്ള അന്തരീക്ഷത്തിലാണ് ഈ പച്ചക്കറികൾ സൂക്ഷിച്ചിരിക്കുന്നതും വിൽപ്പന നടത്തുന്നതും. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ കമ്പോളം 1933 തുറന്നുകൊടുത്തത്. അന്നത്തെ മുനിസിപ്പൽ കമ്മീഷണറായിരുന്ന TB റസലിന്റെ പേരാണ് മാർക്കറ്റിന് ലഭിച്ചിരിക്കുന്നത്. 2012 വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ അഗ്നിബാധയിൽ റസൽ മാർക്കറ്റിലെ 120 പരം കടകൾ കത്തിനശിച്ചിരുന്നു. റസൽ മാർക്കറ്റിന്റെ ഒരു വശത്ത് പൂച്ചന്തയാണ്. ചെറുതും വലുതുമായ ഒട്ടേറെ തരത്തിലുള്ള മാലകളും ബൊക്കകളുമൊക്കെ ഇവിടെ നിന്നും ലഭിക്കും. ഇവിടെ നിന്നാണ് നഗരത്തിന്റെ പല ഭാഗത്തേക്കും പൂക്കളും മാലകളും മറ്റും കൊണ്ടുപോകുന്നത്. പൂക്കൾ കൊണ്ടുവന്ന് ഇവിടെ തന്നെ ഇരുന്ന് മാലകളും ബൊക്കകളും ഉണ്ടാക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. മറ്റൊന്നും ശ്രദ്ധിക്കാതെ വേഗത്തിൽ അവർ മാല കോർക്കുന്നു. ഭീമാകാരന്മാരായ മാലകൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. ശിവജി നഗറിൽ തന്നെ ചെറിയൊരു പള്ളിയും സ്ഥിതി ചെയ്യുന്നു. 1875 സ്ഥാപിച്ചതാണ് സെയിന്റ് മേരീസ് മൈനർ ബസിലിക്ക എന്ന ഈ ആരാധനാലയം. ഒട്ടേറെ മിനുക്കുപണികൾ നടത്തിയാണ് ആധുനികമായ രീതിയിൽ ഈ പള്ളി ഇപ്പോഴത്തെ രീതിയിലാക്കിയത്. 4 വശത്തു നിന്നും അകത്തേക്ക് പ്രവേശിക്കാനുള്ള കവാടങ്ങൾ പള്ളിക്കുണ്ട്. വിശാലവും മനോഹരവുമായി അലങ്കരിച്ചതാണ് ഉൾത്തളം. ബംഗളൂരിലെ ഏറ്റവും പ്രശസ്തമായ പള്ളികളിൽ ഒന്നാണിത്. പള്ളിക്ക് വെളിയിൽ മേരി മാതാവിന്റെ മറ്റൊരു പ്രാർത്ഥനാലയം കാണാം. മലയാളികൾ ധാരാളമായി പ്രാർത്ഥനയ്ക്കെത്തുന്ന സ്ഥലമാണിത്. മെഴുകുതിരികളും പൂമാലകളുമാണ് ഇവിടെ വിശ്വാസികൾ സമർപ്പിച്ചിരിക്കുന്നത്. ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള മെഴുകുതിരികളും പൂമാലകളുമാണ് ഏറെയും. പള്ളിയിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരമേയുള്ളൂ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക്. ഇവിടെ കിട്ടാത്തതായി ഒന്നുമില്ലെന്ന് പറയാം. ബ്രാൻഡഡ് സാധനങ്ങൾക്കൊപ്പം തന്നെ വഴിയോരത്ത് വില കുറച്ച് വിൽക്കുന്ന സാധനങ്ങളും ഈ തെരുവിൽ നിന്ന് ധാരാളമായി വാങ്ങാനാകും. അതുകൊണ്ട് തന്നെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ തരംതിരിവില്ലാതെ ആളുകൾ ഈ തെരുവിലേക്ക് ഒഴുകിയെത്തുന്നു.
നഗരത്തിലെ തിരക്കേറിയ റോഡുകളിലൊന്നാണ് MG റോഡ്. ബംഗളൂരിലെ ട്രിനിറ്റി സർക്കിളിൽ നിന്നും അനിൽ കുംബ്ലെ സർക്കിൾ വരെ നീളുന്നതാണ് MG റോഡ്. സ്വാതന്ത്ര്യത്തിനു മുൻപ് സൗത്ത് പരേഡ് എന്നാണ് ഇവിടം അറിയപ്പെട്ടിരുന്നത്. റോഡിന്റെ ഇരുവശത്തും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളും ഭക്ഷണശാലകളും മറ്റും നിറഞ്ഞിരിക്കുന്നു. ഒപ്പം ഒട്ടേറെ ഓഫീസുകളും തിയേറ്ററുകളും ബാങ്കുകളും മറ്റും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ബംഗളൂരിലെ നമ്മ മെട്രോയുടെ 2 സ്റ്റേഷനുകളും MG റോഡിൽ സ്ഥിതി ചെയ്യുന്നു. MG റോഡിന് മുകളിലൂടെയാണ് മെട്രോ ലൈൻ കടന്നുപോകുന്നത്. രാത്രിയിലാണ് ബ്രിഗേഡ് റോഡിൽ തിരക്ക് വർദ്ധിക്കുന്നത്. ബംഗളൂരിന്റെ രാത്രി ജീവിതം അറിയണമെങ്കിൽ ബ്രിഗേഡ് റോഡിലേക്ക് എത്തണം. ബംഗളൂരിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ വാണിജ്യ കേന്ദ്രമാണ് ബ്രിഗേഡ് റോഡ്. MG റോഡിനെയും റെസിഡൻസി റോഡിനെയും ബന്ധിപ്പിക്കുന്നതും ബ്രിഗേഡ് റോഡാണ്. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്കുള്ള തെരുവാണിത്. രാജ്യാന്തര ബ്രാൻഡുകളുടെ ഒട്ടേറെ വിപണനശാലകൾ ഈ റോഡിലുണ്ട്. വർഷങ്ങളായി ബംഗളൂരിലെ പുതുവർഷാഘോഷത്തിന്റെ പ്രധാന കേന്ദ്രവും ഇവിടമാണ്. വ്യാപാര സ്ഥാപനങ്ങൾക്കൊപ്പം പബ്ബുകളും റെസ്റ്റോറന്റുകളുമെല്ലാം ഈ തെരുവിലുണ്ട്. അതിവിശാലവും അച്ചടക്കം ഉള്ളതുമായ പാർക്കിംഗ് കേന്ദ്രമാണ് ഇവിടുത്തെ പ്രത്യേകത. രാത്രിയിലാണ് ബ്രിഗേഡ് റോഡിൽ തിരക്ക് വർദ്ധിക്കുന്നത്. ബംഗളൂരിന്റെ രാത്രി ജീവിതം അറിയണമെങ്കിൽ ബ്രിഗേഡ് റോഡിലേക്ക് എത്തണം. അതിന് പുതുവർഷമെന്നോ അല്ലാത്ത സമയമെന്നോ ഒന്നും തരംതിരിവില്ല. IT മേഖലയിലും മറ്റും ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ അല്പം റിലാക്സ് ചെയ്യാനെത്തുന്നതും ഇവിടേക്കാണ്. ബംഗളൂരിന്റെ തിരക്കിന്റെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. മറ്റൊരിടത്തെ കാഴ്ചകളുമായി അടുത്ത ആഴ്ച കാണാം.